ഇത് ഒരു പെരുന്നാൾ തലേന്ന് നടന്ന യഥാർത്ഥ സംഭവമാണ്. കൊച്ചിയിലെ തന്റെ വീടിന്റെ ഉമ്മറത്ത് രാവിലെ പത്രം വായിക്കാനിരുന്നപ്പോൾ അയൽപ്പക്കത്തെ അബ്ദുള്ളയുടെ ചെറിയ വീട്ടിൽ നിന്നും ബിരിയാണിയുടെ മണം വരുന്നത് ബെന്നി ശ്രദ്ധിച്ചു. ബെന്നി സർക്കാർ സർവീസിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അന്ന് ഉച്ചയോടെ അബ്ദുള്ള ഒരു പാത്രത്തിൽ ബിരിയാണിയുമായി ബെന്നിയുടെ വീട്ടിലേക്ക് വന്നു. ബെന്നിയുടെ കുടുംബത്തിന് പെരുന്നാൾ സമ്മാനമായി അവർ ഉണ്ടാക്കിയ ബിരിയാണി നൽകാനായിരുന്നു അയാൾ വന്നത്. ബെന്നിയും കുടുംബവും അത് സന്തോഷത്തോടെ വാങ്ങി അബ്ദുള്ളയെ അകത്തേക്ക് ക്ഷണിച്ചു. ചെറിയൊരു സംസാരത്തിനിടയിൽ ബെന്നി അറിഞ്ഞത് പെരുന്നാൾ വസ്ത്രം വാങ്ങാൻ പോലും അബ്ദുള്ള ഏറെ പ്രയാസപ്പെട്ടുവെന്നും കിട്ടിയ തുച്ഛമായ കൂലിപ്പകുതിയും മക്കളുടെ വിശപ്പടക്കാൻ ചിലവാക്കി എന്നുമാണ്. ബെന്നി ആലോചിച്ചു, സ്വന്തം അവസ്ഥ ഇത്രയും ദയനീയമായിട്ടും അയൽവാസിയായ തങ്ങൾക്ക് ഇത്രയും കരുതലും സ്നേഹവും കാണിക്കാൻ ഈ പാവം മനുഷ്യനെങ്ങനെ കഴിയുന്നു? ബെന്നി അപ്പോൾ തന്നെ അബ്ദുള്ളക്ക് ചെറിയൊരു സാമ്പത്തിക സഹായം നൽകാൻ ശ്രമിച്ചു. എന്നാൽ അബ്ദുള്ള അത് സ്നേഹപൂർവ്വം നിരസിച്ചു. അയാൾ പറഞ്ഞു, സാറേ, ഇത് എന്റെ പെരുന്നാൾ സന്തോഷം പങ്കുവെക്കലാണ്. അതിന് ഞാൻ കൂലി വാങ്ങില്ല. എന്റെ വീട്ടിൽ എല്ലാവർക്കും വയറുനിറയെ ഭക്ഷണം കഴിക്കാൻ സാധിച്ചെന്നതാണ് ഇന്നത്തെ എന്റെ ഏറ്റവും വലിയ സന്തോഷം. അബ്ദുള്ളയുടെ ഈ വാക്കുകൾ ബെന്നിയുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. പണമുള്ളവർ വലിയ ആഘോഷങ്ങൾ നടത്തുമ്പോൾ സ്വന്തം കഷ്ടപ്പാടുകൾക്കിടയിലും സന്തോഷങ്ങൾ പങ്കുവെക്കാൻ മടിക്കാത്ത ഇദ്ദേഹത്തെ പോലുള്ള സാധാരണക്കാരാണ് സമൂഹത്തിന്റെ യഥാർത്ഥ സമ്പത്തെന്നും അവരുടെ സ്നേഹമാണ് ലോകത്തെ നിലനിർത്തുന്നതെന്നും ബെന്നി ആ ദിവസം തിരിച്ചറിഞ്ഞു.